ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ കഴിവ് എന്നതാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കഴിവ് എന്നത് 5 ഘടകങ്ങളാണ്. ഒന്നാമത്തേത് ഒരു കുടുംബത്തെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോവുക എന്നതാണ്. രണ്ടാമത്തേത് കുടുംബത്തിൻ്റെ മഹത്വം എന്നത് ആ കുടുംബത്തിലെ കുട്ടികൾ ആണ് എന്ന് അവൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഭർത്താവ് എന്ന ഘടകത്തെ മനസ്സിലാക്കുന്നവൾ ആയിരിക്കണം. നാലാമത്തേത് എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഘടകമാണ്. അഞ്ചാമത്തേത് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമാനം അഥവാ കാവൽ ആയിരിക്കണം അവൾ. ഭർത്താവ് ഇമ്പൾസീവാണ് എന്ന് അവൾക്ക് മനസ്സിലാകണം. ഇമ്പൾസീവ് എന്നാൽ ഒരുപാട് അതിന് അർത്ഥമുണ്ട്. ആവേശമുള്ള, ആവേശഭരിതമായ, വേഗാനുവർത്തിയായ, ആവേശശീലനായ, ഉത്സാഹിക്കുന്ന, പ്രചോദകമായ, തോന്നിയവാസമുള്ളവ, ആവേശശീലമായ എന്നൊക്കെയുള്ള അർത്ഥം ഈ വേർഡിനുണ്ട്. മനസ്സിലാക്കുക നിങ്ങളുടെ ഭർത്താവ് എന്തെന്ന്. മക്കൾ വളർന്ന് വരികയാണ്. ഒരു കുടുംബത്തെ സ്റ്റേബിളായി ഉയരത്തിലേക്കോ താഴ്ചയിലേക്കോ നയിക്കുന്നത് ആ കുടുംബത്തിലെ മൂത്ത സ്ത്രീ ആയിരിക്കും. അത് ടോൾസ്റ്റോയുടെ വാക്കുകൾ ആണ്. അത് നാം മനസ്സിലാക്കിയാൽ മതി. സ്ത്രീകൾ അഥവാ സ്ത്രീ ആ വീടിൻ്റെ വിളക്ക് ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് വിളക്ക് ആയിരിക്കണം. കുടുംബത്തിൻ്റെ മഹത്വം എന്നത് ആ കുടുംബത്തിലെ കുട്ടികളാണെന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. അവർക്ക് നല്ല എൻവയൺമെൻറ്റ്, പരിസ്ഥിതി ഉണ്ടാക്കി അവരെ വളർത്തുക എന്നത് സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ കുട്ടികൾ ഒരിക്കലും തെറ്റായ രീതിയിൽ മുമ്പോട്ട് പോവുകയില്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. മൂന്നാമത്തേത് ഭർത്താവ് എന്ന ഘടകത്തെ മനസ്സിലാക്കുന്നവൾ ആയിരിക്കണം. ഭർത്താവ് അരിശപ്പെടുന്നവനായിരിക്കാം, പാഴ്വാക്കുകൾ പറയുന്നവനായിരിക്കാം. അരിശപ്പെടുന്നവൻ ഒരുപക്ഷെങ്കിൽ വളരെ ശാന്ത സ്വഭാവമുള്ളവനായിരിക്കാം, സംസാരം വളരെ കുറവുള്ളവനായിരിക്കാം. എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് വളരെ ഓർമ്മ ശക്തി കുറവുള്ളവരാണ് എന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. അത് സ്ത്രീ മനസ്സിലാക്കി പ്രവർത്തിക്കണം. 5 വർഷം മുമ്പ് പറഞ്ഞത് ഓർത്തിരുന്ന് കുടുംബനാശം ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ശ്രമിക്കണം. കുറെ വിട്ടുവീഴ്ച ഉള്ളവളായിരിക്കണം. ക്ഷമിക്കാൻ കഴിവുള്ളവളായിരിക്കണം. അരിശപ്പെട്ടിരിക്കുന്ന ഒരു ആളിനെ അമ്മയ്ക്ക് അഥവാ ഭാര്യയ്ക്ക് മാത്രമേ ശാന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആണ് അനുഭവം പറയുന്നത്. ആ ശക്തി അഥവാ ആ കല നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പുരുഷൻ്റെ വിജയരഹസ്യം എന്നത് അവൻ്റെ പുറകിലുള്ള സ്ത്രീയിൽ നിക്ഷിപ്തമാണ്. അത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലവും സോൾവ് ആവും. അത് അവൻ്റെ അമ്മയായിരിക്കും, എന്നാൽ പിന്നീടുള്ള കാലം ഭാര്യയായിരിക്കും. ശലോമോൻ അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ഭാര്യയെ കിട്ടുന്ന പുരുഷന്മാർ ഭാഗ്യവാന്മാരാണ് എന്ന്. ഭർത്താവിൻ്റെ ഉന്നതിയിലേക്ക് ഉള്ള യാത്രയിൽ ഭാര്യയുടെ റോൾ വളരെ വലുതാണ്, മറക്കാതെ ഇരിക്കുക. നാലാമത്തെ ഘടകം എന്നത് പ്രാർത്ഥനയുടെ ഘടകമാണ്. അതായത് സ്ത്രീ തൻ്റെ കുടുംബത്തിലുള്ളവരെ ചേർത്ത് 2 നേരമെങ്കിലും പ്രാർത്ഥിക്കണം. കാരണം ഭർത്താവ് എപ്പോഴും വീട്ടിൽ കാണണമെന്നില്ല, എന്നാൽ ഭാര്യ ഉണ്ടാകും. വീട്ടിലുള്ള കുട്ടികൾക്ക് 3 വയസ്സ് മുതൽ പ്രാർത്ഥനയുടെ ആരംഭം ഇട്ടുകൊടുക്കണം. വേദപുസ്തകത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കണം. യേശുവിനെ കുറിച്ചും മാതാവിനെക്കുറിച്ചും നല്ല ബോധം അവർക്ക് ഉണ്ടായിരിക്കണം. സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് പ്രയർ ബൈ ഹാർട്ട് ആയിരിക്കണം. സദൃശവാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്ന് അങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് ശ്രദ്ധാപൂർവം അവളെ വളർത്തണം. സദൃശവാക്യത്തിലെ
31 അധ്യായങ്ങൾ അവർ പല പ്രാവശ്യം വായിക്കണം, അത് മനസ്സിലാക്കണം. 2 നേരം പ്രാർത്ഥിക്കണം. വിശ്വാസമുള്ള തലമുറയെ വാർത്ത് എടുക്കുന്നത് സ്ത്രീയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമാനം അഥവാ കാവലായിരിക്കണം അവൾ. 1956 ചെമ്മീൻ എന്ന നോവൽ എഴുതിയത്. തകഴി ശിവശങ്കർ പണിക്കർ, ശിവശങ്കർ പിള്ളയാണ് ഇത് എഴുതിയതെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അത് ഫിലിമായത് 1965 ആണ്. അതിൽ പറയുന്നത് ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, കണവൻ കടലിൽ പോയാൽ അരേത്തിപ്പെണ്ണ് നോമ്പ് നോക്കണം, അവൻ സുരക്ഷിതമായി തിരികെ വരും എന്നാണ്. അവളുടെ നോമ്പ് പിഴച്ചാൽ അവൻ തിരികെ വരില്ല എന്നാണ്. അതായത് നിങ്ങൾ ചരിത്രമുള്ളവർ ആയിരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ സ്നേഹമായി സംസാരിക്കണം, കുടുംബത്തിലെങ്കിലും എപ്പോഴും പ്രസന്നവതിയായിരിക്കണം. എങ്കിലേ ഭർത്താവിനെ അന്തസ്സായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുകയുള്ളൂ. അവൻ എവിടെ പോയാലും വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിന്നും പലതും പഠിക്കേണ്ടതുണ്ട്. വേദപുസ്തകം ഒരു ഖനിയാണ്, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. എങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ പറഞ്ഞതായ 5 ഘടകങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും കുടുംബത്തിൽ ഒരു ദോഷമായി മാറുകയില്ല എന്ന് നമുക്കേവർക്കും അറിയാം. ആയതിനാൽ ഈ 5 ഘടകങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകത്തക്കവണ്ണം നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നുവെങ്കിൽ ആ കുടുംബം ഒരു മാതൃകാ കുടുംബമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഐശ്വര്യമുള്ള മാതൃകാപരമായ ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിലെ സ്ത്രീയുടെ കയ്യിലാണ് എന്നുള്ള ആ പരമരഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ആ കുടുംബത്തെ നല്ല ഒരു ക്രിസ്തീയ കുടുംബമായി നയിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട്, സ്ത്രീകളുടെ കഴിവ് അവർ മനസ്സിലാക്കി പ്രവർത്തിക്കണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.